ഇങ്ങനെ ഇട്ടവനെ അടിച്ച അവനൊക്കെ ചത്തുപോകൂലേ? ചത്തുപോട്ടെ സാറേ, ഇവനൊക്കെ ആർക്കിനി വേണം? അവൻ ഇവിടെ കിടന്ന് ചത്ത് കഴിഞ്ഞാ ഉണ്ടല്ലോ നമ്മള് വീട്ടിൽ നിന്ന് തിന്നേണ്ടി വരും. സസ്പെൻഷൻ. നിന്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് എത്ര ആളായി? 7 വർഷം. അവ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലേ? ഇല്ല സാറേ. വരാത്ത കാര്യം എന്താണെന്നറിയാ? എന്തേ? ഇത് തന്നെ. അതൊന്നുമല്ല സാറേ, എന്റെ ചേട്ടനെ ലീവ് കിട്ടാണ്ട. സാറിനറിയോ, അവിടെ അറബിക്ക് എന്റെ ചേട്ടൻ എപ്പോഴും കൂടെ വേണം. ഉണ്ണാൻ വേണം, ഉറങ്ങാൻ വേണം, പിന്നെ എല്ലാത്തിനും അറബിക്ക് കൂടെ ചേട്ടൻ വേണം. അറബിയുടെ കൂടെ എല്ലാ കാര്യത്തിനും നിന്റെ ചേട്ടൻ വേണം പറയുന്നല്ലേ? അല്ല, എനിക്കൊരു സംശയം. അപ്പൊ നിന്റെ ചേട്ടൻ അറബിയുടെ ഡ്രൈവറാണ്, അത് അയാളെ ഭാര്യ? എന്തൊക്കെ പറയുന്നേ? അല്ല, പിന്നെ സാറിനറിയോ, എന്റെ ചേട്ടൻ പഠിത്തു വരും. വരുമല്ലേ? വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരുമെന്നറിയോ? സോപ്പ്, ചീപ്പ്, ബ്രഷ്, സ്ലൈഡ്, ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ കൊണ്ടുവരുമല്ലോ. അറബിയ മൂടോടെ അടിച്ചോണ്ട് പോരുമല്ലേ? അല്ല ശിവ, എനിക്കൊരു സംശയം. നിന്റെ ചേട്ടൻ ഗൾഫിലാണോ പോയത്, അതോ തമ്പാനൂർ ഫുട്പാത്തിൽ കച്ചവടത്തിന്? സാറേ എന്തൊക്കെ പറയുന്നേ? എന്ത് എന്റെ ഷീബേ, ഈ ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ട് നിക്കല്ലേ. അയ്യോ, കൊച്ചി ഇറക്കാൻ ഫേസ്ബുക്കിൽ കുത്തി കളിക്കുന്നു. ഇട വല്ലതും നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യണേ. സാറേ, ഈ വാട്സാപ്പിനെയും ഫേസ്ബുക്കിനെ അങ്ങനെ കളിയാക്കാതെ വേണ്ട. ഞാൻ തന്നെ ഇപ്പൊ എത്ര ഗ്രൂപ്പിലെ അഡ്മിൻ ആണെന്ന് അറിയാമോ? ഗ്രൂപ്പിലെ അഡ്മിൻ 10 കോളേജിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വെയിറ്റ് ആണ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. സാർ ഒരു വീഡിയോ ഇതിനകത്തോടൊന്ന് കയറ്റിയാൽ മതി, അപ്പൊ തന്നെ ഞാൻ വൈറലാക്കും. പിന്നെ ബിജു, കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആളായടാ? 7 വർഷമാണോ? 7 വർഷമായി. സ്വന്തം ഭാര്യയ്ക്ക് ഇതുവരെ വയറിലായില്ല. അപ്പോഴാണ് ഇവൻ വീഡിയോ ക്ലിപ്പ് വൈറലാക്കാൻ ഇത് കണ്ട, ഈ വീഡിയോ ഉണ്ട്. ആ വീഡിയോ അല്ല, ഈ ചെറുക്കൻ ബൈക്കിൽ എന്തൊക്കെ കാണിക്കുന്നത് കണ്ട? കുള്ളാരുടെ ഒരു നരം തീർക്കല്ലേ? ഫ്രണ്ട് പൊക്കുന്നു, ബാക്ക് പൊക്കുന്നു. 7ല 8ല പഠിക്കണ ചെറുക്കൻ ബൈക്കിൽ കാണിക്കണ അഭ്യാസങ്ങൾ നോക്കിയാണ്. സാറേ, ഇതിലൊന്നും അവറ്റങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അവരെ തന്തയും തള്ളും വേണം പറയണമെന്നുണ്ടെങ്കിൽ. അവളെന്റെ കയ്യില് കിട്ടിയാലോ ചവിട്ടി കൂട്ടി ചവിട്ടി ഞാൻ നോട്ടെ. അയ്യോ സാർ, ഇത് എന്റെ മോനല്ലേ? നിനക്ക് ഉറപ്പില്ലേ? എന്റെ മോൻ തന്നെ. തന്നെ? അപ്പൊ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടട്ടാ? ഞാൻ വെറുതെ ഇവിടെ അത് നിന്റെ കെട്ടിയോനല്ല, ഞാൻ പിടിച്ചോണ്ടുവന്ന പ്രതിയാണ് ഇങ്ങനെ അടിക്കാൻ കേട്ടാ. പിന്നെ വായി നോക്കി ഇരിക്കുന്നു. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തൂടെ? അയ്യോ, ഞാൻ നല്ല കാര്യങ്ങളാണല്ലോ സാറേ ചെയ്യുന്നത്. അത് സത്യം. സാറേ, നമ്മുടെ നാട്ടിൽ തന്നെ എന്റെ പേര് ശാന്തി ദൂതൻ എന്നാണ്, അറിയാമോ? ശാന്തിയുടെ ഭർത്താവേ ദൂതൻ അയച്ചിരുന്നു. ഇരുട്ട് വാക്കിന് കിട്ടുകയാണെങ്കിൽ അവൻ പൊളന്ന് വയ്ക്കും. അയ്യോ, എന്നെ ആരും അവിടെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ അത്രയ്ക്ക് അവിടെ സാമൂഹ്യത്തിൽ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അത് സത്യം. കേട്ടാ ഷീബ, കേൾക്കണം. ഞാൻ ഇവന്റെ നാട്ടിൽ പോയിരുന്നു. പോയപ്പോ അവിടെ ചെന്നപ്പോ ഓരോ കല്ലിലും അവന്റെ പേര് എഴുതി വെച്ചേക്കാണ്. അവിടെ ചെന്നപ്പോ പറഞ്ഞു, റോഡ് നിർമ്മിച്ചതാരാ? ഞാൻ. തടം വെട്ടിയതാരാ? ഞാൻ. കുളം തോണ്ടിയതാരാ? ഞാൻ. തോട് വൃത്തിയാക്കിയതാരാ? ഞാൻ. MLA വീട്ടിൽ കയറി പണവും പണ്ടോ അടിച്ചു മാറ്റിയതാരാ? അത് ഞാൻ. നിന്റെ വായെന്ന് പറയിപ്പിക്കാൻ ഇത്രയും നേരം ഇന്ന് സർക്കിൾ വരുന്ന ദിവസമാണ്. അങ്ങേക്ക് ഒരാഴ്ചയും കൂടെ ഉള്ളൂ റിട്ടയർ ആവാൻ വേണ്ടിട്ട്. ഇന്ന് സ്റ്റേഷൻ വിസിറ്റിന് വരെയാണ്. നിന്നെ കണ്ട തിന്നുകളയും. അയാൾക്ക് അത്ര വിശപ്പല്ലടാ, ഇവിടെ വന്ന അപ്പം മൂത്രം. ഇത്രയും നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കുന്ന സ്ഥലത്ത് വന്ന് ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങേർക്ക്? എടാ, അതല്ല പറഞ്ഞത്. അയാളെ കണ്ടു കഴിഞ്ഞാൽ നീ നിന്ന് വിറച്ച് കിലിക്കിലാന്ന് പറഞ്ഞ് മൂത്രം ഒഴിക്കെന്നാണ് പറഞ്ഞത്. സാർ ഇങ്ങനെ പറഞ്ഞ മനസ്സിലായി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എടാ, അതെ, നമ്മൾ ഈ സർക്കിളേമാൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, ഭീകരനാണ്, കൊടും ഭീകരൻ. കൊടും ഭീകരനെയൊക്കെ എന്തിനാ സാറേ ഈ പോലീസ് വെച്ചോണ്ടിരിക്കുന്നത്? അയാൾ വെട്ടൊന്ന് മുറി 2, അതിലൊരു മുറി അയാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. ഞാൻ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ. എടാ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾക്കൊരു ലോല മനസ്സാണ്. അപ്പൊ നീ തഞ്ചത്തിലൊക്കെ നിന്ന് അയാളോടൊരു പെരുമാറിയാലേ നിനക്ക് അയാൾ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുപ്പിക്കും. എനിക്ക് ആ സാറിനോട് വേറൊരു പരാതിയും കൂടെ പറയാനുണ്ട്. നിനക്ക് പരാതിയുണ്ടോ? എന്താണ് നിന്റെ പരാതി? എന്റെ പെണ്ണുപിള്ളക്ക് ഒരു കള്ളമാപ്പിള ഉണ്ടെന്ന്. ഇന്നലെ രാത്രി 12:30 വീട്ടിൽ ചെന്നപ്പോ അടുക്കള വഴി ഇറങ്ങി ഒറ്റ ഓട്ടം. ആര്? ഈ കള്ളക്കാമുകൻ. അയ്യോ, മുഖം കാണാൻ പറ്റിയെങ്കിൽ ചൂട് കട്ടയ്ക്ക് പോറന്നിറങ്ങാൻ പറഞ്ഞൊരു ബീച്ച് കുക്കിട്ടുണ്ട്. അവൻ 5 ദിവസം കഴിഞ്ഞ കണ്ണു തുറക്കും. അപ്പൊ അത് നീയായിരുന്നു അല്ലേടാ?
കള്ളമാപ്പിള? അല്ല അത് ഈ എറി കിട്ടിയ ആളിന്റെ മാനസികാവസ്ഥയിൽ ചിന്തിച്ചാണ്. തരാമേ, നിനക്ക് തരാം. അയ്യോ ഡേയ്, സർക്കിൾ വരാൻ സമയം. സർക്കിൾ വരും നല്ല റെഡിയാക്കോ. തൊപ്പിയൊക്കെ എടുത്തു. സർക്കിൾ റെഡിയാക്കോ. അയ്യേ, ബഹുമാനമൊന്നും വേണ്ട. ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. എന്നെ സല്യൂട്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നെ സല്യൂട്ട് അടിക്കണ്ട. നമ്മളൊക്കെ പ്രവർത്തകരല്ലേ. അല്ല സാറേ, സാറ് സല്യൂട്ട് അടിച്ചാൽ ഞങ്ങളും സല്യൂട്ട് അടിക്കണ്ടേ സാറേ? അയ്യോ, ഞാൻ സല്യൂട്ട് അടിച്ചല്ല. പിന്നെ ചെറിയൊരു പനിയുണ്ടോ സംശയം, ചൂടുണ്ടോ നോക്കിയതല്ലേ. ചൂടുണ്ടോ സാറേ? ഇപ്പൊ ഏകദേശം നല്ല ചൂടായി. സാറേ, ഞാൻ ചൂടൊന്നും ഇത്തിരി ചൂട് കിട്ടിയപ്പോ അവിടെ തണുപ്പിക്കാൻ വന്നു. സാറേ, ആരാത്? അതെ കഞ്ചാവ് കേസിലെ പ്രതിയാ സാറേ. കഞ്ചാവ് കേസിലെ പ്രതിയോ? ആ ഇതിനൊക്കെ സാറേ, അവന് ഏത് വകുപ്പ് ഇടണം? അവന് റവന്യൂ വകുപ്പ് കൊടുക്കും. കറക്റ്റ് ആയിരിക്കും. ഭരിക്കുകയും ചെയ്യും, മന്ത്രി എടാ അവന് ഏതെങ്കിലും ഒരു വകുപ്പ് അകത്താക്കടേ. അല്ല, അറിഞ്ഞൂടാ സാറേ, ഏത് വകുപ്പ് ഇടണമെന്ന് അറിഞ്ഞൂടാ. ഇത് അവിടെ നിയമപുസ്തകം ഇരിപ്പോലെ, ഇതെടുത്ത് വായിച്ച് നോക്കിയാ പോരെ. അത് ഞങ്ങൾ കൈ കൊണ്ട് കൊടുൂല. അതെന്നാ? അത് കൈ കൊണ്ട് കൊടുൂല. അതെന്ത്? സാറ് പറഞ്ഞിട്ടുണ്ട് നിയമം കയ്യിലെടുക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ടാണ് പൊക്കോണ്ടിരിക്കണത് കേട്ടാ. വേടാ വേടാ നേരെക്കടാ. ഏത് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്ന നല്ല കിടിലം കേട്ടാ. ഒന്ന് കുനിയൂല. എടാ ഒന്ന് കുനിയടാ, ചെറുതായിട്ട് ചുമ്പതാണ് ഇങ്ങനെ കുനിയല്ലേ. നല്ല അനുസരണ കേട്ടാ. എന്നാ സൂപ്പർടാ നയൻതാരയുടെ പടവും അല്ലേ. എന്നെ ഗ്ലാമർ നോക്കടാ, എന്നെ രസമാണ് നോക്ക്. കണ്ടെടുക്കാൻ തോന്നുന്നില്ല. കണ്ട ഞാൻ കാണുന്നില്ലെന്ന്. അവൻ നയൻതാരയെ കാണാൻ വേണ്ടി കുനിഞ്ഞ്. ഞാൻ കുനിയാൻ പറയും, കുനിയാൻ വയ്യ. ആട്ടിക്കിന്റെ ഊപ്പട വരത്തുകളെ സൈറ്റിൽ പോയി സൈറ്റിൽ പോ. പിന്നെ സഹപ്രവർത്തകരെ എല്ലാവരും വരും. കാര്യം പറയട്ടെ, ഞാൻ ഒരാഴ്ചയും കൂടെ ഇവിടെ കാണുള്ളൂ. അയ്യോ, സാറ് മരിക്കാൻ പോകുന്ന. ഇവിടെ ഒരാഴ്ച കൂടെ കഴിയുമ്പം ഞാൻ റിട്ടയർഡ് ആവും. അപ്പൊ അതിനു മുമ്പ് ഒരു മാതൃകാ പോലീസുകാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കത് മതി എങ്ങനെയെങ്കിലും. കാരണം ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളൂ. എനിക്കൊന്ന് പ്രശസ്തിയാവണം. അതെന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്നാ പേരെന്നാ? ഷീബ. ഷീബ ചേർത്ത് നിന്ന് ഇത്ര മതിയോ? കുറച്ചെടുത്തേ. ഇത്ര മതിയോ? അത്ര മുതൽ ഗ്യാപ്പ് നല്ലതാ. പിന്നെ ഷീബേ, ഇത് പബ്ലിക് സ്കൂളല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ സംശയമൊന്നും വേണ്ട കേട്ടാ. അല്ല, ഒരു ചെറിയ സംശയം. പിന്നെ ഷീബ ചോദിച്ചതല്ലേ, ഷീബ ചോദിക്കും. സംശയം നല്ലതാണ്, പോലീസുകാർക്ക് ബുദ്ധി വളരട്ടെ. അതെന്താണെന്ന് അറിയാം. അതെ, നമ്മുടെ ഈ പ്രദേശത്തെ സംഘർഷം ഉണ്ടാവുമ്പോഴും നടക്കും. പോലീസുകാർ ആകാശത്തോടെ വെടിവെക്കുന്നില്ലേ, അതെന്തിനാ സാറേ? ഷീബേ, സംഘർഷം നടക്കാൻ നേരത്തെ ഏകദേശം രണ്ടാമോട് എങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് ഏറണം തീരും. ഈ സമയത്ത് നമ്മൾ തോക്കെടുത്ത് വെടിവെച്ച് എന്തിനാ ഒരു ഉണ്ട് വാഴക്കളയുന്നത്? നമ്മുടെ ജോലി അതിനാണ് അങ്ങനെ. സാറേ, ഒരു ചോദ്യം. ഇവിടെ ചോദ്യോത്തരം കളിക്ക് ഞാൻ നാടാ. ഒരു കാര്യം ചെയ്യും, നീ ചിന്തി പോയി, ഞാൻ കർണ മാഷ്. കുറച്ച് നമുക്ക് സ്കൂൾ ആവാം. അയ്യോ, അതല്ല സാർ, ചോദ്യം കുഞ്ഞെ ചോദിക്കാവൂ. ചോദ്യം. അത് മതി സാറേ, നമ്മൾ VIP കളൊക്കെ മരിച്ചു കിടക്കുമല്ലോ. അപ്പൊ എന്തിനാണ് സാർ നമ്മളിങ്ങനെ അറ്റൻഷൻ നിന്നിട്ടേ ആകാശത്തെ കടകടകടകടാന്ന് വെടിവെക്കുന്നത്? പിന്നെ ചത്തി കിടക്കുന്നവന്റെ നെഞ്ചത്താണോ അവിടെ? ഒരു പ്രാവശ്യം അവനെ കൊന്നില്ല, ഇനി കൊല്ലണോ? നിന്നൊക്കെ ആരാ പോലീസിലെടുത്തത്? മനസ്സിലായി സാർ. എന്തിനാണ് നിന്നൊക്കെ പോലീസ് എടുത്തത്? ഞാൻ എന്റെ അടുത്ത് സംസാരിക്കാൻ കോമഡി പറയുമല്ല. അതല്ല, ഞാൻ സാറിന്റെ അടുത്ത് കാര്യം ചോദിക്കാൻ വന്നതാണ്. അതായത് സാറ് ഈ സർക്കിൾ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നേ. നല്ല ബാബു ആന്റണിയെ പോലൊക്കെ നല്ല മെയിൻ്റെനൻസ് ചെയ്യുന്ന ബോഡിയൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിചാരിച്ചത്. സാർ എന്തെങ്കിലും ഉണങ്ങിപ്പോയേ? അതെ, ഞാനേ കണ്ണൂര് SI ആയിരുന്നപ്പോഴേ ഷൂർ കയറി എന്നെ അടിച്ച്. എന്നിട്ട് സാറ് തിരിച്ചടിച്ചില്ലേ? എന്താണാവോ നാമധേയം? രാജേന്ദ്രൻ പിള്ള. രാജേന്ദ്രൻ പിള്ളേ, മെഡിക്കൽ സയൻസിന്റെ പരാജയം. അതെന്താ സാർ അങ്ങനെ പറഞ്ഞ? നീ ജനിച്ചപ്പോഴേ നിന്നെ കൊല്ലാമായിരുന്നു. നീ എന്തിനാ ജീവിക്കണം പോലീസിന് പേര് ദോഷം ഉണ്ടാക്കാൻ? ഓ,
സംശയം ചോദിച്ചു വന്നേക്കുന്നു. ദേഷ്യം വന്നേണ്ട പിന്നെ? ദേഷ്യം ദേഷ്യം? ശരിക്ക് ഈ കാണുന്ന ആളൊന്നുമല്ല സാറ്. ആ. സാറ് ഭയങ്കരനാണ്. പിന്നെ ഭയങ്കരമാണ് സാറിന്റെ അത് വേണ്ട പറ. അറിയണം സാർ, അറിയണം സാറിന്റെ കഥകൾ അറിയണം സാറേ. ഇദ്ദേഹത്തിന്റെ വീര കഥകൾ മാത്രം മതി 3 കൊച്ചു പുസ്തകം. കൊച്ചു പുസ്തകം? കൊച്ചു പുസ്തകം എന്ന് പറഞ്ഞാൽ സാറേ ഈ ചെറുകഥയാണ് ഷോർട്ട് സ്റ്റോറി. അങ്ങനെ പറ, മര്യാദയ്ക്ക് പറ. കോട്ടപ്പള്ളി സുലൈമാൻ ഭയങ്കര കുണ്ട അടിച്ചിട്ട ആളാണ് സാറ്. അത് സ്വാഭാവികം അല്ലേ? എന്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഷിബ പറ. ഷിബേ, സുലൈമാൻ എന്ന് പറഞ്ഞ ഭയങ്കര റൗഡി ആയിരുന്നു. അയ്യോ, കാണണം ഇത്ര ഉയരവും ഇത്ര വണ്ണവും. പക്ഷെ എന്നെ പേടിയായിരുന്നു. ഒരു ദിവസം സിറ്റിയിൽ ഇങ്ങനെ നിൽക്കാൻ നേരത്തുണ്ടല്ലോ, ഞാൻ ബുള്ളറ്റ് വരിക. ബുള്ളറ്റ് വന്ന് നിർത്തിയിട്ട് എന്നെ നോക്കി പുച്ഛിക്കുന്നതാ. സത്യം കൊഞ്ഞനകത്തുനിന്ന് പുച്ഛിക്കുന്നു, ചട്ടിരിക്കുന്നു. ഒറ്റ പോകും. ഞാൻ വിടുവോ? ഞാൻ വിടുവോ? ഇല്ല. ഞാൻ ചീപ്പെടുത്തോണ്ട് പുറകെ പോയി. അയ്യോ, സുലൈമാൻ ഞാന്, സുലൈമാൻ ഞാന്, സുലൈമാൻ ഞാന്. കണ്ടു കണ്ടില്ല, കണ്ടു കണ്ടില്ല, കണ്ടു കണ്ടില്ല, കണ്ടു കണ്ടില്ല, കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കൊച്ചുപൂമ്പൊടിയായി പൊങ്കുരന്നായി പൊന്നോമനിക്കിന്റെ ആരം. കണ്ടാ കേട്ടാ? ഞാൻ കാണിച്ചു തരട്ടെ. ഒരു സ്ഥലത്ത് കളിക്കാണ്. ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവനെ വിടാവുള്ളൂ. അല്ല സാറേ, എന്നിട്ട് സുലൈമാന്റെ കേസ് അങ്ങനെ സുലൈമാൻ ഇങ്ങനെ ഞാൻ എന്ത് പറയൂ, ജീപ്പ് ഇങ്ങനെ ക്രോസ് കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് ജീപ്പിൽ നിന്ന് ഇങ്ങനെ നെഞ്ചും വെച്ച് അങ്ങ് ഇറങ്ങി തോപ്പി അടുത്ത കാത്തി അവിടെ ജീപ്പ് അവിടെ ഇട്ടു. സത്യം പറയാലോ, ഞാൻ 2 അടി മുന്നോട്ട് വെച്ചു, സുലൈമാൻ 3 അടി ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് 3 മാസം ബോധമില്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ സാറോ തലമണ്ട അറിഞ്ഞു പൊട്ടിയതാവേ. തപ്പി നോക്കിയപ്പം ഇങ്ങനെ മണിപ്പേഴ്സോണ്ടിരിക്കുകയാണ്. എല്ലാം കുത്തിക്കെട്ടി നോക്കുന്നപ്പോ 16 സ്റ്റിച്ച്. ബോധം വന്ന് കണ്ണുന്നപ്പോ കറയുന്ന ഫാനും കാണാം, ട്രിപ്പ് ഇട്ടേക്കുന്നതും കാണാം. അത്ര എനിക്ക് ബോധം സത്യം ഇങ്ങനെ കാണത്തില്ലേ? ഇല്ലല്ലേ? അയ്യേ, കാങ്കുളത്തിൽ പന്നൊരുത്തം കാണല്ലേ അഴുക്ക്. സാറേ, ഇന്നലെ ഞാൻ വീട്ടിന്റെ വഴി പോയപ്പോഴേ സാറും ഭാര്യയും കൂടെയുള്ള കശവിശ കേട്ട്. നീ കേട്ടാ? കേട്ട്. എന്തിനാണ് സാറേ, എന്തൊരു പ്രശ്നം തരും സാറേ? അതൊരു ഗർഭത്തിന്റെ വിഷയമാണേ. ഗർഭത്തിന്റെ പ്രശ്നമാണ് അത് നിങ്ങൾ പറയുന്നില്ല, ചുമ്മാ അത് പറ സാറേ. എന്തിനാണ് കാര്യം? എന്ത് എടേ, അതെന്ന് പറഞ്ഞാലേ അത് കുട്ടി സ്ഥാനം മാറിക്കാൻ കൂടെ. കുട്ടി സാധനം മാറി അതെങ്ങനെ സാറേ? അതാണ് വിഷയമായത്. അല്ല, അത് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിക്കാൻ ശരിയാവത്തില്ല. അല്ല, അത് എന്ത് പറ്റി സാറേ? എന്ത് പറ്റി? കുട്ടി സാധനം മാറാനുള്ള കാര്യം എന്ത്? അല്ല, എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുട്ടി സ്ഥാനം തെറ്റി ഇപ്പൊ വേലക്കാരുടെ വയറ്റിലായി പോയെ. അപ്പൊ കൊള്ളാം സാറേ, അതെ, അതെ. നല്ല ആള് തന്നെ കേട്ടാ സാറേ. അപ്പൊ ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ സാറ് റിട്ടയർ ആവാൻ. ഒരാഴ്ച. അപ്പൊ സാറിന് പ്രശസ്തനാവാൻ വേണ്ടി സാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? അയ്യോ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഈ കള്ളന്മാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാം. അപ്പൊ നമ്മൾ പോയി ഉപദ്രവകാരികളല്ല, സ്നേഹമുള്ളവരാണ് എന്ന് കാണിക്കണം. പക്ഷെ എനിക്ക് ഒറ്റ ആഴ്ച കൊണ്ട് എനിക്ക് പ്രശസ്തനാവണം സാർ. അതെന്ന് പറഞ്ഞാലേ സാർ പറഞ്ഞ ഈ ജനമൈത്രി ആണെങ്കിൽ അവർക്ക് കള്ളന്മാർക്കും കൊലപാതകൾക്കും ഇവിടെ വരുമ്പോ അവർക്ക് ഇത് വീടാണെന്ന് തോന്നണ ഒരു അതല്ലേ സാർ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോമഡി മസാലയിലൊക്കെ കാണിക്കുമ്പോൾ ഒരു ഗെയിം അങ്ങ് പ്ലാൻ ചെയ്താലാ? അത് നല്ലതാ. നമുക്ക് ആംഗ്രി ബേർഡ്സ് കളിക്കാം. അങ്ങനല്ല, നമ്മൾ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുക. അതെ അതെ, പഴയ കളികളാണ്. അതെ, നമ്മൾ കള്ളന്മാരെ പോലീസുകാരെ തെറ്റിക്കുക എല്ലാവരും കൂടി അങ്ങനെയാണെങ്കിലേ ആ കളി നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും കൂടെ പ്രചരിപ്പിച്ച് നാട്ടുകാരെ കാണിക്കാം. ഇങ്ങനെ സാറ് പ്രശസ്തനാവൂലേ? അത് നല്ല ഐഡിയ. അപ്പം ജനങ്ങൾ നമ്മളെ കുറിച്ച് നല്ല മതിപ്പുണ്ടായിരിക്കും. എല്ലാരും കാണും. എസ് ഐ കുറിച്ച് നല്ല മതിപ്പുണ്ടായിരിക്കും. സാറേ, നമുക്ക് ഫേസ്ബുക്ക് ലൈവ് പോവാം. അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് തൂപ്പുകളി കളിക്കാം. തൂപ്പുകളി അതെന്നെ? എങ്ങനെയാ സാർ ഇപ്പൊ ഇങ്ങനെ ഇരിക്കും, ഒരാൾ ഈ തൂപ്പ് കൊണ്ടോടും, ഒരാളിന്റെ പിറകെ ഇടും. ആ പിറകെ ഇട്ട ആള് ഇരിക്കുന്ന ആള് കണ്ടില്ലെങ്കിൽ തിരിച്ചു വന്ന് അവനെ അടിക്കണം. അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട്. നല്ല കളിയാണ് സാറേ. പാവം സാറേ, പാവം കളിക്കാൻ വിളിക്കാത്തോണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. വരട്ടെ സാർ. അത് വരട്ടെ സാർ. സാർ വിളിക്കണം സാർ, വിളിക്കണം. അവൻ വരണ്ടെന്ന് വേണ്ട. നീ കെണിവിക്കുന്ന ഇങ്ങോട്ട് വാ. ഇത് ജനമൈത്രിയാണ്, നീ പേടിക്കണ്ട കേട്ടാ. കേട്ടാ, ഇങ്ങനെ നടന്നാ പോരാ. നല്ല നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ലപോലെ ജീവിക്കണം, മനസ്സിലായ? ഇനി ഇങ്ങോട്ടേക്കാനും കാക്കാനും ഒന്നും പോലെ കേട്ടാ. അപ്പൊ നമുക്ക് ഒരു കളിയാണ് ഇത്. ജനം കാണുമ്പോ നമ്മൾ 2 സുഹൃത്തുക്കളാ തോന്നണം. സാറേ, ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടേ. ആണോ? ഷൂട്ട് ചെയ്യുന്നുണ്ട്. ലൈവ് ആണ്. ഒരു ഹായ്.
പോസ്റ്റ് ഹായ് 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 മതി മതി ആ മതി ദാ, അപ്പൊ ഇവിടെ വന്നിരി, ഇവിടെ വന്നിരി, പ്രിയമുള്ളവരെ, ഇവിടെ വന്നിരി. ഈ കളി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു ഓക്കെ ഓക്കെ ഇതാണ് തൂപ്പ് തൂപ്പ്. ഓക്കെ സാർ അപ്പൊ കൈ അടിച്ചോട് സാർ കളിക്കാൻ പോവുകയാണ് ഇവിടെ. റെഡി 1 2 3 നിന്റെ പുറകെ വരണേ പുറകെ വരണേ ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഓടിക്കോ, സാർ ഓടിക്കോ. അവൻ കണ്ടില്ല അവൻ കണ്ടില്ല. സാറ് വിളിക്കത്തില്ല ഇനി ഞാൻ ഓടാം സാർ ഇരുന്നോ ഞാൻ ഓടാം കേട്ടോ റെഡി സാർ ആ കൈ അടിച്ചോ 1 2 3 സാറേ മതി ഇനി അവനൊരു അവസരം കൊടുക്കാം അവനൊരു അവസരം നാടാ ഓടാ എനിക്കോ ആ ഞാൻ നീ ഓടണം കേട്ടാ ഇനി നമുക്ക് അവനെ ഇടിക്കാം. ഇടിക്കാൻ നോക്കിക്കോ ഞാൻ ഓടണം ഇല്ലയോ റെഡി ഓടണം. ബാഹുബലി ഞാൻ പാവാ. നല്ല കളി ഇതുപോലുള്ള വേറെ കളിയുണ്ടോ ഓടാ സാറേ അല്ല ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ജനം ഇഷ്ടപ്പെടുവല്ലേ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എന്താ ഐഡിയ ഇടിച്ചത് പതിച്ചിട്ടൂടെ ഹലോ സാർ ആ ആ ആ ഓ ആര് സാറേ വിളിച്ചത് ഡി ജി പി അതെ ഐ ജിയാ ഐ ജി ആണോ ഡി ജി പി ആണോ പ്രധാനമന്ത്രിയോ ഒന്നും എനിക്കറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അയ്യോ എന്തൊരു കൺഗ്രാജുലേഷൻ പറയാ സാറേ മോള് മറ്റേ എടുത്തില്ലായിരുന്നോ വീഡിയോ എടുത്തോ ആ ശരിക്കും അതെല്ലാം കിട്ടിയായിരുന്നോ എല്ലാം കിട്ടി. ഭംഗി ഫുള്ളായിട്ട് ലൈവായിട്ട് എല്ലാം നല്ല തെളിച്ചത്തോട് കൂടി കിട്ടി. എന്നെ അടിക്കുന്ന കിട്ടിയോ എല്ലാം സാറിന്റെ അടുത്ത് പൊന്തിക്കണത് വരെ കിട്ടി. ഞാൻ അടിക്കുന്ന കിട്ടിയോ എല്ലാം കിട്ടി. കറക്റ്റായിട്ട് എടുത്ത് ആ കൊള്ളാം എന്താ സാറേ? ഞാൻ റിട്ടേൺ ആവാൻ ഒരാഴ്ചയല്ലേ ഉള്ളൂ അപ്പൊ സാറ് പറഞ്ഞ് അത്ര ഒരാഴ്ച വരെ കാത്തിരിക്കണ്ട ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പൊക്കോളായി സാറിനെ സസ്പെൻഡ് ചെയ്താ അയ്യോ കഷ്ടമായി ഇപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ ഇനി ഒന്നും ചെയ്യാനില്ല എന്നെ മാത്രമല്ല എന്റെ കൂടെ കിടന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചില്ലേ ഇരിച്ചും കളിച്ച് രസിച്ചില്ലേ ഇതും അങ്ങനെ കണ്ട് അതുകൊണ്ട് നിങ്ങളെ സസ്പെൻഡ് ചെയ്തു അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യും സാറേ വീട്ടിൽ പോയിരുന്ന് സുഖിച്ചോളണം കേട്ടാ സാർ